കള്ളന്റെ കുരിശ് പൊളിച്ചു മാറ്റി മുണ്ണകൾ അങ്കലാപ്പിൽ. കുരിശെടുത്തൻ യേശുവിനെ അനുഗമിക്കും ഞാൻ അന്ത്യം വരെ എന്ന് നമ്മുടെ കാർന്നോന്മാർ ആത്മാർത്ഥമായി കണ്ണീര് പൊഴിച്ച് പ്രാർത്ഥിച്ചിരുന്നു എങ്കിൽ ഇന്ന് ചില ആത്മീയ കുർവാ സംഘങ്ങൾ കുരിശിനെ പരിചയാക്കിക്കൊണ്ട് നടക്കുകയാണ്. അവന്മാരുടെ തരികടകൾ മറയ്ക്കുവാനായി, അവരുടെ ശത്രുക്കളെ പ്രതിരോധിക്കുവാനായി നമ്മുടെ കർത്താവിനെ ക്രൂശിച്ച ആ കുരിശും കൊണ്ട് ഇന്നുമാർ ഇറങ്ങി കൃഷി നടത്തുകയാണ്. രക്ഷയുടെ ആ അടയാളത്തെ ഇന്ന് കൂതാശ കച്ചവടക്കാരന്മാർ ദുരുപയോഗം ചെയ്ത് ക്രൂശിനെ നാണം കെടുത്തുകയാണ്. ചിലവന്മാർ നെഞ്ചത്ത് വലിയ തടിക്കുരിശും തൂക്കിയിട്ടുകൊണ്ട് നടന്ന് തരവഴികൾ കാണിക്കുന്നു. ചിലവന്മാർ കയ്യിൽ ശീലയും കെട്ടി കുരിശും പിടിച്ച് നടക്കുന്നു. ചിലവന്മാർ വണ്ടിയിൽ കുരിശ് സ്ഥാപിക്കുന്നു. ഞങ്ങളുടെ സബോളക്കണ്ണൻ മെത്രാൻ തുട ചൊറിയുന്നത് വരെ സ്ലീബ വെച്ചാണ്. അങ്ങനെ തിരുക്കടികളും തിരുച്ചൊറിച്ചിലുകളും മാറ്റുവാൻ വരെ ഇന്ന് കുരിശ് ഉപയോഗിക്കുന്നു. സിനിമകളിലും ഡ്രാമകളിലും മാത്രമാണ് കുരിശുകൊണ്ട് സാത്താനെ ഓടിക്കുന്നത്. ഇന്ന് ഇമ്മ്യൂണിറ്റി വന്ന സാത്താന്മാർ ചുവന്ന അങ്കിയുമിട്ട് കുരിശുമായി ഇറങ്ങി നടക്കുന്നു. കുരിശു വെച്ച് നടത്തിയ ഭൂമി കയ്യേറ്റങ്ങൾ സംസ്ഥാനത്ത് ഇത് ആദ്യമായി ഒന്നുമല്ല. ആദ്യകാലങ്ങളിൽ ഞങ്ങളുടെ പൂച്ചാണ്ടി സഭകൾ സർക്കാർ അധീനതയിലുള്ള വനഭൂമിയും മലനിരകളും കയ്യേറിയിരുന്നത് ആദ്യം കൊണ്ട് ചെറിയൊരു തടിക്കുരിശ് വെക്കും. എന്നിട്ട് ദുഃഖവെള്ളിയാഴ്ച അങ്ങോട്ട് വിശ്വാസികളെയും കൂട്ടി കുരിശിന്റെ വഴി നടത്തും. ലോകത്തിൻ പാപങ്ങൾക്കായി ബലിയായി തീർന്നവനെ എന്നൊക്കെ പാടിക്കൊണ്ട് ഉരുണ്ട് വീണും മുട്ടുകുത്തി വീണും കുത്തിയിരുന്നും കുരിശിന്റെ വഴി കഴിയുമ്പോഴേക്കും അവിടെ ഒരു വഴി തെളിയും. ആരും അത് പിഴുതെറിഞ്ഞില്ലെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞ് ഒരു കോൺക്രീറ്റ് കുരിശ് അവിടെ കൊണ്ട് സ്ഥാപിക്കും. കുരിശിന്റെ വഴി അടുത്ത വർഷം വീണ്ടും ആവർത്തിക്കും. ആ കുരിശും ആരും പറിച്ചു കളഞ്ഞില്ലെങ്കിൽ ഏതാനും മാസങ്ങൾക്കുള്ളിൽ ചെറിയൊരു കപ്പേള അവിടെ പണിയും. അങ്ങനെ വളച്ചു കെട്ടി അത് പതുക്കെ ഞങ്ങളുടെ കസ്റ്റഡിയിലാക്കും. എല്ലാം ദൈവാനുഗ്രഹം എന്ന് ഞങ്ങൾ സമാധാനിക്കും. പിന്നീട് കുറെ വർഷങ്ങൾ കഴിഞ്ഞ് ആരെങ്കിലും ഒഴിപ്പിക്കുവാൻ വന്നാൽ ഞങ്ങൾ മൊണ്ണക്കുഞ്ഞുങ്ങൾ മുന്നിൽ ചാടും. ഞങ്ങളുടെ വിശ്വാസത്തിൽ തൊട്ട് കളിക്കുന്നേ, ക്രൈസ്തവ പീഡനം നടത്തുന്നേ എന്ന് ഞങ്ങൾ അലറിക്കറയും. അപ്പോൾ പ്രാദേശിക പാർട്ടികൾ മുണ്ണക്കുഞ്ഞുങ്ങളുടെ വോട്ട് പ്രതീക്ഷിച്ച് രക്ഷാപ്രവർത്തനത്തിലെത്തും. റവന്യൂവിലും വില്ലേജിലുമൊക്കെ ഇരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞാടുകളുടെ അനുഗ്രഹവും കൂടിയാകുമ്പോൾ എല്ലാം ശുഭം. ഞങ്ങളുടെ പാലാമാണിച്ചായൻ ചത്തുപോകുന്നതിന് മുമ്പ് പേരിൽ കൂട്ടാൻ ഒരു വിസിലടിച്ചാൽ അനുമതി കിട്ടുന്നൊരു കാലമുണ്ടായിരുന്നു. കാട്ടുവക്കീലന്മാർ പട്ടയാപേക്ഷയും ഫീൽഡ് റിപ്പോർട്ടും സ്കെച്ചും പ്ലാനും എല്ലാം തയ്യാറാക്കി BTRലെ ശൂന്യസ്ഥലം മാറ്റി 68-ൽ പട്ടയം കൊടുത്തുന്ന രേഖയുണ്ടാക്കി കരമടച്ച രസീതും അരമനയിൽ എത്തിച്ചു കൊടുക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ കമ്പ്യൂട്ടറൈസേഷൻ വന്നതോടെ ഇന്ന് ആ പണി അത്ര എളുപ്പമല്ല. അത് സഭ ആന എവിടെ നിൽക്കുന്നു, ആനപ്പിണ്ടം എവിടെ കിടക്കുന്നു. സഭ ഭൂമി കയ്യേറുന്നത് പോലെ സഭയിലെ ഒരു പാച്ചറമണിക്കാരൻ ഭൂമി കയ്യേറാൻ തുനിഞ്ഞാലോ അത്ര എളുപ്പമല്ല. ഇതുപോലൊരു പാച്ചർമണിക്കാരന്റെ ഭൂമി കയ്യേറ്റം കഴിഞ്ഞ ദിവസം റവന്യൂ വകുപ്പ് ഒഴിപ്പിച്ചിരുന്നു. അത് വലിയ വാർത്തയായിരുന്നു. അവന്റെ മാജിക്കൊന്നും പക്ഷേ അവിടെ AC ഇല്ല. ആ കയ്യേറ്റക്കാരന്റെ വിശേഷണങ്ങൾ മുഖ്യധാര മാധ്യമങ്ങൾ ഒന്നും കൊടുത്തില്ല. ചങ്ങനാശ്ശേരി തൃക്കൊടിത്താനം സ്വദേശി സജിത് ജോസഫാണ് സർക്കാർ ഭൂമിയിൽ പണിയുന്ന റിസോർട്ടിന് സമീപം കുരിശ് സ്ഥാപിച്ചത് എന്ന് മാത്രമാണ് അവർ വാർത്തയിൽ പറഞ്ഞത്. ഈ സജിത് ജോസഫാണ് സുഗതന്റെ കെട്ടഴിച്ചതും ചില വിശ്വാസിനികളുടെ ഹുക്കഴിച്ചതെന്നും ആരും പറഞ്ഞില്ല. വിദേശത്തുള്ള അമ്മാമ്മമാരെ പറ്റിച്ച് വർഷത്തിൽ 2 പ്രാവശ്യം എന്നോടൊപ്പം പരുന്തുംപാറയിൽ വന്ന് രാപ്പാർക്കാം എന്ന് പറഞ്ഞ് കളിവീട്ടിൽ ചെറിയൊരു ധ്യാനം എന്ന പരിപാടിക്കായി ഉണ്ടാക്കിയ കെട്ടിടങ്ങൾ റവന്യൂ അധികൃതർ പൊളിക്കാതിരിക്കുവാനാണ് സജിത്ത് ഒരു കുരിശ് വെച്ച് തടയിടുവാൻ നോക്കിയത്. ഇടുക്കി ജില്ലയിലെ പരുന്തുംപാറയിലായിരുന്നു സർക്കാർ ഭൂമി കയ്യേറിയത് ഒഴിപ്പിക്കാതിരിക്കുവാൻ കുരിശ് സ്ഥാപിച്ചത്. ജില്ലാ കളക്ടർ കെട്ടിട നിർമ്മാണത്തിന് സ്റ്റോപ്പ് മെമ്മോ നൽകുവാൻ നിർദ്ദേശിച്ചതിന് തൊട്ടു പിന്നാലെയായിരുന്നു കുരിശ് നിർമ്മാണം. ഇതിന് റവന്യൂ ഉദ്യോഗസ്ഥരുടെയും ചില CPM പ്രാദേശിക നേതാക്കളുടെയും പോലീസിന്റെയും ഒത്താശയുണ്ടെന്നും ആക്ഷേപമുണ്ട്. പരുന്തുംപാറയിലെ 3 ഏക്കർ 31 സെന്റ് സർക്കാർ ഭൂമിയിലാണ് കുരിശ് നിർമ്മിച്ചത്. കുരിശ് കണ്ട് റവന്യൂ അണ്ണന്മാർ ചമ്മി തിരിച്ചു പോകും എന്നാണ് സജിത് പാച്ചർ കരുതിയത്. പക്ഷേ വന്ന അണ്ണന്മാർ കുരിശുമാന്തി തറയിലിട്ടു.
സർക്കാർ ഭൂമി കയ്യേറി സജിത്ത് വൻകിട റിസോർട്ട് പണിതതായി ഹൈക്കോടതി നിയമിച്ച പ്രത്യേക കമ്മീഷൻ കണ്ടെത്തിയിരുന്നു. റവന്യൂ ഭൂമിക്ക് പുറമെ വനമേഖലയിലും കയ്യേറ്റമുണ്ടായി എന്ന കണ്ടെത്തലിന് പിന്നാലെ വനംവകുപ്പും അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇക്കഴിഞ്ഞ മാർച്ച് 2-ന് പരുന്തുംപാറയിലെ കയ്യേറ്റ ഭൂമികൾ കേന്ദ്രീകരിച്ചുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ജില്ലാ കളക്ടർ സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നു. ഇത് അവഗണിച്ചാണ് കുരിശ് നിർമ്മാണം പൂർത്തിയാക്കിയത്. മേഖലയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താതിരിക്കുവാൻ പീരുമേട് തഹസിൽദാരെ ചുമതലപ്പെടുത്തിയിരുന്നു. കയ്യേറ്റ ഭൂമിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുവാൻ പാടില്ലെന്നിരിക്കെ ഉദ്യോഗസ്ഥന്മാരുടെ മൗനാനുവാദത്തോടെയാണ് കുരിശിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. പീരുമേട് വില്ലേജിൽ സർവേ നമ്പർ 543-ൽ സജിത്ത് ഭൂമി വാങ്ങിയതായി രേഖയുണ്ടെങ്കിലും റിസോർട്ട് നിർമ്മാണം നടക്കുന്നത് മഞ്ചുമല വില്ലേജിലെ 441-ാം സർവേ നമ്പറിലാണ്. 4 നിലകളിലായി 400 പേർക്ക് ഒരേ സമയം താമസിക്കാവുന്ന 5 കെട്ടിടങ്ങളാണ് റിസോർട്ടിനായി പണിതുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വലിയ ബണ്ട് കെട്ടി വെള്ളം ശേഖരിക്കുന്നതും അപകടത്തിന് കാരണമാകും എന്ന് റിപ്പോർട്ടിലുണ്ട്. വിവിധ രാജ്യങ്ങളിലുള്ള വിശ്വാസിനികളിൽ നിന്ന് കോടികൾ പിരിച്ചാണ് സജിത്ത് ഈ റിസോർട്ട് ധ്യാന കേന്ദ്രം പദ്ധതി ആവിഷ്കരിച്ചത്. ധ്യാനത്തിന്റെ മറവിൽ മറ്റു കൂതാശകളാണ് സജിത്തും സംഘവും ലക്ഷ്യം വെച്ചിരുന്നത്. വാഗമണ്ണിൽ പല മെത്രാന്മാരും അവരുടെ ബിനാമികളും ഇതുപോലെയുള്ള റിസോർട്ട് ധ്യാന കേന്ദ്രങ്ങൾ ലാഭകരമായി നടത്തുന്നു, അവിടെ കൂതാശകളും നടത്തുന്നു. പരമ്പരാഗതമായി നടത്തി വന്നിരുന്ന ഇരുത്തിയുള്ള ധ്യാനം മാറ്റിപ്പിടിച്ച് കിടത്തിയുള്ള ധ്യാനത്തിനായിരുന്നു പരുന്തുംപാറയിൽ റിസോർട്ട് പദ്ധതി ഇട്ടത്. പാദ്രികൾ വളച്ചുകൊണ്ടുവരുന്ന ഞങ്ങളുടെ കുഞ്ഞാടുകളെ മനസ്സമാധാനമായി ഒന്ന് കൂതാശിക്കുവാനുള്ള ഒരു ആലയമാണ് ഈ കശ്മലന്മാർ ഇല്ലാതാക്കിയത്. നിനക്കൊക്കെ ശാപം കിട്ടുംടാ, ശാപം. സജിത് പാച്ചർ അത്ഭുത രോഗശാന്തി പരിപാടിയോടൊപ്പം ചങ്ങനാശ്ശേരിയിൽ ബാർബിക്യൂ കച്ചവടവും ലാഭകരമായി നടത്തുന്നുണ്ട്. കോഴിയെ കുരിച്ചു നിർത്തി പൊരിച്ചതാണ് ഇവിടുത്തെ പ്രധാന വിഭവം. സ്വന്തമായി ഒരു നിക്കർ പോലും മേടിക്കുവാൻ മാർഗമില്ലാതെ തെണ്ടിത്തിരിഞ്ഞ് നടന്ന അത്ഭുത രോഗശാന്തി പരിപാടിക്ക് ഇറങ്ങിയ സജിത്തിന് വെച്ചടി കയറ്റമായിരുന്നു. തുടക്കം പെന്തക്കോസ്തുകാരോടൊപ്പമായിരുന്നു. പിന്നീട് അല്പം കാശൊക്കെ ആയപ്പോൾ സ്റ്റാറ്റസിന് പോരാ എന്ന് തോന്നിയപ്പോൾ കത്തോലിക്ക സഭയിൽ ചേക്കേറി. ഇപ്പോൾ പോട്ടയിലും അണക്കരയിലുമൊക്കെ ധ്യാനക്കുർക്കന്മാർ കൊട്ടൻ ചുക്കാതി തൈലവും തേച്ച് ചൊറുകുത്തിയിരിക്കുന്നതിനാൽ ഒരു ഉണർവിനാണ് സജിത്തിനെ സംഘത്തിലെടുത്തത്. മൊണ്ണകൾക്ക് പഴയ പോലെ നൈറ്റ് തൊഴിലാളികളോട് അത്ര പിടുത്തമില്ല. ഈ കേന്ദ്രങ്ങളിലെ പാതിരിമാർ ഓടി എഞ്ചിമണിയാകുകയും ചെയ്തിട്ടുണ്ട്. പല ദ്രവ്യദാസന്മാരും പെട്ടതുപോലെ സജിത്തും ചിലയിടങ്ങളിൽ പെട്ടുപോയി. ആശ്വാസത്തിന് വിളിച്ചവരെ കൊണ്ട് കൂതാശ നടത്തി നാറി മാർക്കറ്റ് ഇടഞ്ഞു. ഇപ്പോൾ കേരളത്തിൽ പഴയ പോലെ ഉടായ്പ ബിസിനസ് നടക്കാത്തതിനാൽ അയൽ സംസ്ഥാനങ്ങളിൽ പണി നടത്തിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഈ ദുരന്തം സംഭവിച്ചത്. ഈ കള്ളൻ സജിത്ത് 1,25,00,000 കളിപ്പിച്ചെടുത്ത അന്നമസ്കറിയ എന്നൊരു വീട്ടമ്മ ജർമ്മനിയിൽ നിന്ന് ഞങ്ങളെ വിളിക്കുകയുണ്ടായി. മക്കൾ പോലും അറിയാതെ ഇവൻ ദാരിദ്ര്യം പറഞ്ഞപ്പോൾ അവർ പണമെടുത്ത് സഹായിച്ചതാണ്. ഒടുക്കം അവർ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഹൃദയം പൊട്ടി മരിച്ചു. അവർ മരിക്കുന്നതിന് മുമ്പ് എന്നെ വിളിക്കുകയുണ്ടായി. ഇവൻ ചതിച്ചു എന്നോട് വെളിപ്പെടുത്തുകയും ചെയ്തു. അത്ഭുത രോഗശാന്തി, ധ്യാനം, സുവിശേഷ കച്ചവടം ഒക്കെ നടത്തി ജനങ്ങളിൽ നിന്നും പറ്റിച്ച് കൈക്കലാക്കിയ കാശ് ഉപയോഗിച്ചാണ് ഇയാൾ റിസോർട്ട് നിർമ്മാണവും ഹോട്ടൽ വ്യവസായവും ഒക്കെ നടത്തുന്നത്. റിസോർട്ട് സർക്കാർ പൊളിക്കുമ്പോഴും സജിത്ത് മനസ്സിൽ ചിരിക്കും. കാരണം കാശ് പോയത് മൊണ്ണകൾക്ക് മാത്രമാണ്. ഈ പേര് പറഞ്ഞ് അവർക്ക് ഇനി പണം തിരികെ കൊടുക്കേണ്ട ആവശ്യമില്ല. ബാക്കി പണം മുക്കുകയും ചെയ്യാം, സർക്കാരിനെ പഴിചാരി രക്ഷപ്പെടുകയും ചെയ്യാം. 2017 ഏപ്രിലിൽ ഇടുക്കി ജില്ലയിലെ ചിന്നക്കനാൽ പാപ്പാത്തിച്ചോലയിൽ നമ്മുടെ ഒലക്കയപ്പാപ്പനും കയ്യാൾ രാജക്കാട് സിന്ധുവും ചേർന്ന് സർക്കാർ ഭൂമി കയ്യേറി ഒരു കോൺക്രീറ്റ് കുരിശ് സ്ഥാപിച്ചത് വൻ വിവാദമായിരുന്നു. കുരിശ് കാട്ടാന പറിച്ചു കളയാതിരിക്കുവാൻ കുരിശിൽ വട്ടവാള് കെട്ടിവെച്ച് കാട്ടാനയുടെ തുമ്പിക്കൈ മുറിഞ്ഞതും വലിയ വാർത്തയായിരുന്നു. കുരിശിന് സമീപത്തുണ്ടായിരുന്ന ഒലക്കയപ്പാപ്പന്റെയും സിന്ധുവിന്റെയും കളിവീടും പോലീസ് എന്ന് പൊളിച്ചു മാറ്റിയിരുന്നു. 2282 ഏക്കർ സർക്കാർ ഭൂമിയിലാണ് അപ്പാപ്പനെന്ന് കുരിശും താൽക്കാലിക ഷെഡും സ്ഥാപിച്ച് കയ്യേറ്റ ശ്രമം നടത്തിയത്. പാപ്പാത്തിച്ചോലയിൽ നീക്കം ചെയ്ത കുരിശ് കള്ളന്റെ കുരിശാണെന്നാണ് ബിഷപ്പുമാരും വൈദികരും അവകാശപ്പെട്ടിരുന്നത്. അഭിപ്രായം എന്നെ മാത്രം കളിയാക്കാനാണ് എന്ന് ആലഞ്ചേരി എന്ന് പറയുകയും ചെയ്തിരുന്നു. ശരിയാണ്, ഇന്ന് കുരിശ് കള്ളന്മാരുടെ കയ്യിലാണ്. കള്ളന്മാരുടെ ടൂളായി മാറിപ്പോയി കുരിശ്. അങ്ങനെ പരുന്തുംപാറയിൽ പോയി റിസോർട്ടിൽ കിടന്നുള്ള സജിത്തിന്റെ കൈവപ്പ് ശുശ്രൂഷയിൽ പങ്കെടുത്ത് അനുഗ്രഹം പ്രാപിക്കാമെന്ന് കരുതിയവർ ആ പാട്ട് കേട്ട് കണ്ണീർ പൊഴിച്ചു. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.
നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.